ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ ബേസിക് ആയിട്ട് ജ്വല്ലറി മേക്കിങ്ങിൽ എന്തൊക്കെ വേണമെന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ എത്ര റേറ്റിലാണ് വാങ്ങിയതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പ്ലെയേഴ്സിനെ കാണിച്ചു തരാം. ഇതാണ് പ്ലെയേഴ്സ്. ഇത് കട്ടിങ് പ്ലെയറാണ്, ഇത് പ്രസ്സിങ് പ്ലെയർ. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു ഹെഡ് പിൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളയണമെങ്കിൽ സാധാരണ കത്രിക വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, ഭയങ്കര പാടാണ്. ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. കണ്ടില്ലേ, ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വരും. പിന്നീട് ഇതാണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന പ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളൊരു ഇതുപോലെ നമ്മൾ ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. അപ്പം നമുക്കിതുപോലെ ഈ പ്രസ്സിങ് പ്ലെയർ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പം അതിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഏകദേശം ഒരു 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഒരെണ്ണം 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. മീഷോയിൽ ഇത് കൂടാതെ റോൾ ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ ഞാൻ റോൾ ചെയ്യുന്ന ഈ പ്രസ് ചെയ്യുന്ന ഇതേ പ്ലെയർ വെച്ചിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതെനിക്ക് റോൾ ചെയ്തെടുക്കണമെന്ന് വെക്കുക. അപ്പം ഞാൻ ഇതുപോലെ പ്രസ്സിങ് ചെയ്യുന്ന ഈ പ്ലെയർ വെച്ച് തന്നെ ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കും. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് ഈ 3 കൂടെ ലിങ്കാണ് ഞാൻ കൊടുത്തേക്കാം താഴെ. മീഷോയിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പശ പരിചയപ്പെടുത്തി തരാം. ഇതാണ് B7000 പശ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ ഇതൊന്നും എനിക്കില്ല. ഇത് 25 ml ആണുള്ളത്. ഇത് ഞാൻ 55 രൂപയ്ക്കാണ് വാങ്ങിയത്. പക്ഷേ ഒരു 50 ml നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ മീഷോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മീഷോ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പശയായിരുന്നു. ഇത് ഫെവിക്രിലിൻ്റെ ആണ്. ഇതിന് 17 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് നല്ല പശ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ എല്ലാവരും സ്റ്റാൻഡേർഡായിട്ട് ഈ പശയാണ് യൂസ് ചെയ്യാറ്. എന്തായാലും ഞാനും ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങി. ഇനി അടുത്തയാണ് ട്വീസേഴ്സ്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോൺസ് ഒക്കെ എടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഇതുപോലെ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പശ തേച്ചിട്ട് നമുക്ക് സ്റ്റോൺ കൈവച്ച് ഒട്ടിക്കുമ്പോൾ കയ്യിലൊക്കെ പശയാവും. ഇതുപോലെ ട്വീസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റോൺ എടുത്തിട്ട് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ കൊണ്ടുവെക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കത് പൊക്കുകയും ചെയ്യാം, താക്കുകയും ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. അതിനാണ് ട്വീസേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡിഫറെൻറ്റ് അളവിലും ഡിഫറെൻറ്റ് യൂസും ആയിട്ടുള്ള വേറെ ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് അത്ര വേണ്ടി കാശില്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ബേസിക്കായിട്ട് ഇതൊക്കെ മതി. ഇത് വേണമെന്നില്ല, ഞാൻ കൈവച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു ആവേശത്തിന് ഞാൻ വാങ്ങിയതാണ്. ഇത് 15 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. നോർമൽ കടകളിലൊക്കെ നിങ്ങൾക്കിത് ഇതുപോലെ 15, 20, 25 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ കൈവച്ച് ചെയ്യുന്നത് കംഫർട്ട് ആയിട്ടുള്ളവർക്ക് കൈവച്ച് ചെയ്യാം. അതല്ല പശയൊക്കെ കയ്യിൽ പറ്റുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരുന്നവരാണെങ്കിൽ ഇതുപോലെ ട്വീസേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഇതാണ് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ്. ഇത് ഞാൻ അത്യാവശ്യം ഇയറിങ് ചെയ്യുന്നതിലെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു കുറച്ച് കൂട്ടമായിട്ടാണ് കിട്ടുന്നത്. ഇതെന്താ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എന്ന് പറയുന്നത്? ഇതിൻ്റെ ഹെഡിൽ ഇതുപോലെ ബോൾ കണക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഒരുമാതിരി പിൻ ഷേപ്പ് മാതിരി ആണല്ലോ, അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ ഇത് ഒരു പാക്കറ്റായിട്ട് നിങ്ങൾക്ക് മീഷോയിലൊക്കെ കിട്ടും. പക്ഷേ ഇത് ഞാൻ ഇത്രയും എണ്ണം 30, 35, 40 ആ ഒരു റേഞ്ചിലാണ് വാങ്ങിയത്. അപ്പോൾ ഇതെനിക്ക് നഷ്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഏകദേശം മീഷോയിൽ നിങ്ങൾക്കൊരു 100 റേഞ്ചിന് കിട്ടും. പക്ഷെ അത് ഒത്തിരി ഉണ്ട്, ഇത്രയും ചെറുതൊന്നുമല്ല. അതൊരു ബൾക്കായിട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഒരുപാട് കമ്മലൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഷോപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ അങ്ങ് വാങ്ങുന്നതായിരിക്കും നല്ലത്.
ഈ കമ്മൽ ചെയ്യാൻ ഞാൻ ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് യൂസ് ചെയ്ത് ഇതുപോലെ കമ്മലൊക്കെ ഉണ്ടാക്കാം. ഇനി ഇതാണ് സ്റ്റഡ് ബേസ്. സ്റ്റഡ് ബേസ് നിങ്ങൾക്ക് അറിയാം, എന്തൊരു ഇയറിങ് ചെയ്താലും അതിന് സ്റ്റഡ് ഉണ്ടോ പിന്നെ ഈ സ്റ്റഡ് ബേസ് വേണം. ഇതുപോലെ ആയിരിക്കും സ്റ്റഡ് ബേസ് ഇരിക്കുന്നത്. ഇത് പശ വെച്ച് തേച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മലുണ്ടാക്കി, അതിൻ്റെ ബാക്കിൽ ഞാൻ സ്റ്റഡ് ബേസ് ആണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിനാണ് നമ്മൾ സ്റ്റഡ് ബേസ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഏകദേശം ഇത്രയും കൂടെ ചേർത്തിട്ട് 20-25 രൂപയ്ക്കാണ് വാങ്ങിയത്. നിങ്ങൾക്ക് അല്ലാതെ ഇത് മീഷോന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 82 രൂപയ്ക്ക് 100 പീസ് കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടെ ലാഭമായിരിക്കാം. പക്ഷെ ഞാനിത് ബിസിനസ്സായിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കിതുപോലെ ചെറുതായിട്ട് വാങ്ങുന്നതാണ്, കുറച്ച് വാങ്ങുന്നതാണ് എനിക്ക് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു വലിയ ബിസിനസ് വേണം, അല്ലെങ്കിൽ ഒരുപാട് കമ്മലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 82 രൂപ കൊടുത്ത് 100 പീസ് നിങ്ങൾക്ക് മീഷോയിൽ കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. ഇതും ഇതുപോലെ സ്റ്റഡ് ബേസ് യൂസ് ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ മുത്തെടുക്കണം, അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയുള്ളതാണ് ഇയർ വയേഴ്സ് അല്ലെങ്കിൽ ഇയർ ഹുക്സ് എന്നൊക്കെ നമ്മൾ പറയും. ഇതുപോലെ നിങ്ങൾക്ക് ഗോൾഡ് കളറിലും സിൽവർ കളറിലും അവൈലബിൾ ആണ്. എന്തൊക്കെ കമ്മൽ ചെയ്താലും അതിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഐറ്റംസ് ആയിരിക്കും. ഇത് എനിക്ക് ജോഡി 3 രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങുന്നത്. പക്ഷെ നിങ്ങൾക്ക് മീഷോയിൽ കുറച്ചും കൂടെ ഷോപ്സി, മീഷോ, അപ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് എണ്ണിപ്പറക്കിയൊക്കെയാണ് തരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇത് കുറച്ചൊക്കെ നഷ്ടമായിട്ട് ഫീൽ ചെയ്താലും ഒരുപാട് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ് ഈ റേറ്റ്. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഗോൾഡനും സിൽവറും കളറിലൊക്കെ ഇത് കിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾക്കിതാ ഇതുപോലെ എല്ലാ ഐറ്റംസും ഞാൻ ചെയ്തേക്കുന്ന മിക്കതും ഇതുപോലെ ഈ ഇയർ ഹുക്സ് വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. എല്ലാത്തിലും ഇതുപോലെ ഗോൾഡനും സിൽവറും ഒക്കെ ഇയർ ഹുക്സ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനിയാണ് ജംപ് റിങ്സ്. ജംപ് റിങ്സ് നോർമലി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ റിങ് കണക്റ്റീവ് റിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. എല്ലാത്തിലും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിങ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് സിൽവറും ഗോൾഡും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ പാക്കറ്റ്, അതായത് ഒരു പാക്കറ്റ് സിൽവർ 25 രൂപ, പിന്നെ അടുത്ത ഒരു പാക്കറ്റ് ഗോൾഡ് 25, അങ്ങനെ എന്തോ വാങ്ങിയതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഈ സ്റ്റഡ് ബേസ്, ഇതുപോലെ ഇയർ വയേഴ്സ്, ജംപ് റിങ്സ്, ഐ പിൻസ്, ഹെഡ് പിൻ, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മീഷോയിൽ നിങ്ങൾക്ക് 157 രൂപയ്ക്ക് കിട്ടും. 25 പീസ് വീതം എല്ലാം കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം. ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ വേണ്ടുന്നത് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഇവിടെയും ജംപ് റിങ്, ഇവിടെ 2 ജംപ് റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഇയറിങ്ങിൽ കണക്റ്റീവായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇവിടെയും ഞാൻ ഇതുപോലെ സിൽവർ കളറിലെ ജംപ് റിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ജംപ് റിങ്സിനെ കുറിച്ച്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ജംപ് റിങ്സ് ഇതുപോലെ സ്പ്രിങ് ടൈപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്തില്ല, കാരണം ഇരട്ടി മെനക്കേട്. ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതുപോലെ ജംപ് റിങ്സ് നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ സ്പ്രിങ് ടൈപ്പ് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ മറ്റേതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനിയുള്ളതാണ് ഐ പിൻസ്. ഐ പിൻസ് ഇല്ലാത്തൊരു കളിയില്ല. ഇത് നമുക്ക് ഗോൾഡനും സിൽവറും 2 കളറിലും അവൈലബിൾ ആണ്. ഇത് ഞാൻ ഗോൾഡ് മാത്രം 20 രൂപയ്ക്ക്, പിന്നെ സിൽവർ മാത്രം 20 രൂപയ്ക്ക് അങ്ങനെ കുറച്ച് വാങ്ങിയതാണ്. ഇതുപോലെ ഉണ്ടാവും. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ലൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൽ അറ്റത്തേക്ക് മുത്ത് കൊരുത്തിടുകയും അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് കുറച്ച് മുമ്പ് പറഞ്ഞോട്ട് 157ൻ്റെ പാക്കിൽ നിങ്ങൾക്ക് കിട്ടും മീഷോയിൽ. ഈ കമ്മൽ ഞാൻ ഇതുപോലെ ഇവിടെയെല്ലാം ഐ പിൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്.
പിന്നീട് ഈ കമ്മൽ ചെയ്തേക്കുന്നതും ഐ പിൻ വെച്ചിട്ട് തന്നെയാണ്. ഇതുപോലെയൊക്കെ ചെയ്തേക്കുന്നത് ഐ പിൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കമ്മലിന് വേണ്ടിയിട്ട് ഇതുപോലെ ഐ പിൻ യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്തിനും ഇതുപോലെ ഐ പിൻസ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഹെഡ് പിൻസ്. അത് ഇതുപോലെ ഗോൾഡൻ കളറിലും കൂടാതെ നിങ്ങൾക്ക് സിൽവർ കളറിലും കിട്ടും. ഇതുപോലെ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെറുതാക്കിയൊക്കെ ചെയ്യാം. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഹെഡ് കാണും. അപ്പോൾ താഴോട്ട് പോവില്ല, മുത്തൊക്കെ ഇട്ട് അങ്ങനെ തന്നെ ഇരിക്കും. ഞാനിത് സത്യത്തിൽ സ്റ്റഡ് ബേസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അത് ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു മുത്തെടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റഡ് ബേസ് മാതിരി നിങ്ങൾക്ക് ഈ ഹെഡ് പിൻ യൂസ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാതിൽ ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ട് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഈ ടൈപ്പ് കമ്മലെല്ലാം ഇതുപോലെ ഹെഡ് പിൻസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ഇത് അറ്റത്ത് വന്നിട്ട് താഴോട്ട് പോവില്ല. ഇവിടെ വന്നിട്ടൊരു ഹെഡ് മാതിരി നിൽക്കും. മൂന്നും ഞാൻ ഇതുപോലെ ഹെഡ് പിൻ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതും ഇതുപോലെ ഹെഡ് പിൻസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇയറിങ്സ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഹെഡ് പിൻസ് യൂസ് ചെയ്യാം. ഇത് ഞാൻ എണ്ണിപ്പറക്കിയൊക്കെ വാങ്ങും. 10, 20, 30 അങ്ങനെയൊക്കെ രൂപയ്ക്ക് വാങ്ങും. പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പാക്കിൽ ഇതും കിട്ടും നിങ്ങൾക്ക്. പിന്നീടുള്ളതാണ് ലൂപ്പ് റിങ്സ്. ഇത് നിങ്ങൾക്ക് സിൽവറും ഗോൾഡിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പം കാണിച്ചു തരാൻ എന്തായാലും ഈ ഗോൾഡ് മാത്രമേ ഉള്ളൂ. കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കിയൊക്കെ ചെയ്യാം. ഇതുപോലെ ചെറിയൊരു ലൂപ്പ് ഇതിൻ്റെ അറ്റത്തുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് ലൂപ്പ് റിംഗ് എന്ന് പറയുന്നത് പഴയതാണ്. സത്യത്തിൽ സിൽവർ കളറും അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് സിൽവർ. കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ കണ്ടില്ല, പക്ഷെ ഇപ്പോൾ അതെനിക്ക് കിട്ടി. ഇതുപോലെ സിൽവർ കളറിലുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ ചെയ്തതാണ്. ഇത് ഞാൻ ഇതുപോലെ ലൂപ്പ് റിങ്, ഈ റിങ് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് സിൽവർ വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഷോപ്സിയിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഏതിൻ്റെ ആണെന്ന് വെച്ചാൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇതിൻ്റെയൊക്കെ നോക്കി വെച്ച് ഞാൻ ഇതുവരെ ഓൺലൈനായിട്ടൊന്നും അധികം അങ്ങനെ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും നോക്കിയിട്ട് നിങ്ങൾക്ക് താഴെ ഇട്ടേക്കാം. പിന്നീടുള്ളതാണ് ഈ വയേഴ്സ്. ഇതാണ് ഗിയർ വയർ എന്ന് പറയും. ഇത് ജ്വല്ലറി മേക്കിങ്ങിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വയറാണ്. നിങ്ങൾക്ക് ഗോൾഡൻ കളറിൽ കിട്ടും, ഇതുപോലെ സിൽവർ കളറിൽ കിട്ടും. ഇത് 0.4 mm ആണ് സൈസ് വരുന്നത്. ഇത് 0.3 ആണ്. അവിടെ ഉണ്ടായിരുന്ന 2 ഞാൻ ഇങ്ങനെ വാങ്ങി. ഇത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 2 കൂടെ ചേർത്ത് 100 രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയത്. നിങ്ങൾക്ക് അതേ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് മീഷോയിലൊക്കെ ഇത് കിട്ടും. ഇതുപോലെ കുഞ്ഞ് കമ്പി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മുത്തൊക്കെ കൊലുത്തിട്ട് ഇങ്ങനെ കമ്പി വെച്ചിട്ട് കൊരുത്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പം അതിനാണ് നമ്മൾ ഇതുപോലെ കമ്പികൾ യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ളതാണ് ഇതുപോലെ ഗോൾഡൻ വയർ. ഇത് ക്രാഫ്റ്റിനും ജ്വല്ലറി മേക്കിങ്ങിനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 160 രൂപയ്ക്ക് 10 മീറ്റർ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ലാഭമാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 60 രൂപ ആ ഒരു റേഞ്ചിന് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മീഷോയിൽ കുറച്ചും കൂടെ കിട്ടും. പക്ഷെ വരുന്നത് ഇപ്പോൾ ഏത് രീതിയിലാണെന്നൊന്നും നമുക്ക് പറയാകത്തില്ല. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ കട്ടിയുണ്ട്, നല്ല രസമാണ്. ഇത് വെച്ചിട്ട് ഞാൻ കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കമ്മൽ ഇതിൻ്റെ ഈ വയറ് ഇതുപോലെ സ്പൈറലാക്കിയേക്കുന്നത് ഇത് വെച്ചിട്ടാണ്. നല്ല രസമാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കമ്മലൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്ഫുള്ളാണിത്. പിന്നെ ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും സിൽവർ കളറ്. ക്രാഫ്റ്റിനൊക്കെ എല്ലാവരും യൂസ് ചെയ്യും. ഞാൻ കമ്മലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ വയറ് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുത്തേക്കുന്നത് ഈ കമ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് ആ കമ്പി അത്രയും കട്ടിയുള്ള കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ വയറും യൂസ് ചെയ്യാം, ഈ ഗിയർ വയർ.
ഇതായിരുന്നു യൂസ് ചെയ്യേണ്ടത്, പക്ഷേ ഇത് ഞാനങ്ങ് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നീട് ഇത് ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ഇത് വെച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരുമാതിരി ഇങ്ങനെ സ്പ്രിങ് ടൈപ്പ് കിടക്കും. നമുക്കിത് വെച്ച് കമ്മലൊക്കെ ഉണ്ടാക്കാൻ വരുന്ന വഴിയിൽ. ഇതുപോലെ സ്പ്രിങ് ഐറ്റമാണ്. ഇത് നമുക്ക് ഡ്രസ്സിനൊക്കെ ഒട്ടിക്കാം, വളയൊക്കെ ചെയ്യുമ്പോഴത്തേന് വളയ്ക്ക് ഒട്ടിക്കാം, പിന്നെ അങ്ങനെ കമ്മലുണ്ടാക്കാം. അങ്ങനെ എന്ത് ഐറ്റം വേണമെങ്കിലും ഈ സാധനം വെച്ച് നമുക്ക് ചെയ്യാം. പിന്നീട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത് ജിമിക്കി കമ്മലൊക്കെ ഉണ്ടാക്കുന്ന മോൾഡാണ്. ഇതിൻ്റെ ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. നിങ്ങൾക്കിത് ഓൺലൈൻ കിട്ടും. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ജിമിക്കി കമ്മലിൻ്റെ ലോങ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് ഞാനതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മോൾഡ് ഞാൻ വലിയ മോൾഡ് ഒരെണ്ണം 7 രൂപയ്ക്ക് വാങ്ങുന്നതാണ്. അതായത് 2 എണ്ണം വാങ്ങുകയാണെങ്കിൽ 14 രൂപ അങ്ങനെ. പിന്നെ അതിൻ്റെ ഇച്ചിക്കൂടെ ചെറുത് 6 രൂപ, അതിൻ്റെ ഇച്ചിക്കൂടെ ചെറുത് 5.5 രൂപ, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാണ് വാങ്ങുന്നത്. ഇതിൻ്റെ റേറ്റ് അങ്ങനെയാണ്. പിന്നീട് ഈ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി, ക്യാപ്പ്. ഇതാണ് ക്യാപ്സ്. ഈ ക്യാപ്പ് നിങ്ങൾക്ക് മുത്തിൻ്റെ മുകളിലൊക്കെ വെക്കാം, താഴെയും വെക്കാം, അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഫ്ലവർ ഷേപ്പിൽ ഒക്കെ കിട്ടും. ഇത് മാത്രമല്ല, കൂടാതെ നിങ്ങൾക്ക് സിൽവർ കളറിൽ കിട്ടും. ഇതുപോലെ ഇത് സിൽവർ കളറിൽ ഇതുപോലെ കിട്ടും. പിന്നീട് ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാപ്പുകൾ കിട്ടും. ഇതെല്ലാം മീഷോയിൽ ഉണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓൾഡ് ഫാഷൻ ആണെന്നേ ഉള്ളൂ മിക്കതും. പിന്നെ ചിലതൊക്കെ പുതിയത് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കമ്മലിലൊക്കെ ഇതുപോലെ ഞാൻ ഇതുപോലെ ക്യാപ്പാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റീല് മാതിരി. അതിൽ ഞാൻ ക്യാപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ക്യാപ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഇതുപോലെ ഇപ്പോൾ ഒരു മുത്തിനകത്ത് നമുക്ക് ഇതുപോലെ ക്യാപ്പ് വെച്ച് കൊടുക്കാം, അതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. പിന്നീട് കുറച്ച് സ്റ്റോൺസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ 20 രൂപ, 10 രൂപ, 15 രൂപ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങാറുള്ളൂ. അപ്പം അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ സ്റ്റോൺ വെച്ചിട്ടാണ് ഞാൻ ഈ കമ്മൽ ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള സ്റ്റോൺസിൻ്റെ കമ്മൽസൊക്കെ ഇനി വരുന്ന വഴിക്ക് ഇടാം. ഇതുപോലെ നിങ്ങൾക്ക് ഇയറിംഗ് ഒക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ സ്റ്റോൺസ് ഹെൽപ്ഫുള്ളാണ്. പിന്നീടുള്ളതാണ് തങ്കൂസ് നൂല്. തങ്കൂസ് നൂല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതുപോലെ നീളത്തിലെ വയറാണിത്. തങ്കൂസ് വെച്ചിട്ട് നമുക്ക് മാല, ചെയിൻ, ബ്രേസ്ലെറ്റ്സ്, പിന്നെ കമ്മൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. തങ്കൂസ് നൂല് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനകത്ത് നമുക്ക് മുത്തുകളെല്ലാം കൊടുത്തിട്ട് കെട്ടിയൊക്കെ എടുക്കാം. ഈ കമ്മൽ ഞാൻ ഇതുപോലെ തങ്കൂസ് നൂല് വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി അത് നോക്കാം. നല്ല രസമല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നീട് ഇതാണ് സ്റ്റോൺ ചെയിൻ. ഇത് നിങ്ങൾക്ക് സിൽവർ കളറ്, ഗോൾഡ് കളറ്, റെഡ്, ഗ്രീൻ അങ്ങനെ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത് മീറ്ററിന് 25 രൂപ ഉള്ളതുണ്ട്, 30 രൂപ ഉള്ളതുണ്ട്, 35 ഉണ്ട്. അങ്ങനെ വില കൂടിയതും കുറഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ മീറ്ററിന് 25 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇയറിങ്സിനും ഇത് വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇയറിങ്ങും മാലയും ചെയിനും അതൊക്കെ. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുപോലെ ജിമിക്കിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊരു വലിയ റോളാവുമ്പോൾ 125 രൂപയുടെ ഉണ്ട്, 160ൻ്റെ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് വലിയ റോളാണെങ്കിൽ അങ്ങനെ വാങ്ങാം. അതല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തവർ മീറ്ററിന് തരും. പക്ഷേ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അങ്ങനെ ഇച്ചിരി വാങ്ങാൻ ഒക്കത്തില്ല. പക്ഷേ നേരിട്ട് കടയിൽ പോയി വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാങ്ങാം. പിന്നീട് ഇതുപോലെ 20 രൂപയ്ക്ക് കുറച്ച് മുത്തുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം 20-25 രൂപയൊക്കെ വരും.
ആ ഒരു റേഞ്ചിൽ മുത്തുകളാണ് ഇതെല്ലാം. പിന്നെ ഇതും 25 രൂപ, ഇത് 25 രൂപ, അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഒരു തുടക്കക്കാരാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്മലുണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് ഇല്ല സത്യത്തിൽ. നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഇയർ വയേഴ്സും കുറച്ച് പഴയ മലയുടെ മുത്തുകളും പിന്നെ ഇതുപോലെ ഐ പിൻസ്, ഹെഡ് പിൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മതി. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഒത്തിരിയൊക്കെ നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കണം, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഈ ഇയറിങ്സ്, ജ്വല്ലറി മേക്കിങ്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ചെയ്ത് നോക്കാം. ഇതുപോലെ പശയും ഇതുപോലെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ മതി. അപ്പം ഒരുപാട് ആളുകൾ പറയുന്നോട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, പക്ഷെ മിനിമം കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ജ്വല്ലറി മേക്കിങ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ആദ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതിന് ശേഷമേ നിങ്ങൾക്ക് അതൊരു പച്ച പിടിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഇതൊരു ബിസിനസ് ആക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിതുപോലെ പറഞ്ഞൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വരുന്ന വഴിയിൽ കുറേ വീഡിയോസും കുറേ ഇയറിങ്ങും ബാംഗിൾസും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഉടനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ പറ്റുന്നതൊക്കെ നിങ്ങൾ വാങ്ങുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.